അക്ഷയ തൃതീയക്ക് ഗോൾഡ് മേടിച്ചാൽ നല്ല കാര്യമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് 2 ദിവസം മുമ്പ് വരുമാനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു കമ്മലെടുക്കണം എന്നുള്ളത്. കാരണം കമ്മലെടുക്കണമെന്ന് കമ്മലുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ നല്ല ലെങ്ത്തുള്ള കുറച്ച് വെയിറ്റുള്ള കമ്മലാണ്. അപ്പോൾ എൻ്റെ കാതിനെ സംബന്ധിച്ച് അത് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നിട്ട് ഞാൻ വിചാരിച്ച് ഒരു കമ്മലെടുക്കണം എന്ന് വിചാരിച്ച്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾക്കൊന്നും എടുക്കാറില്ല. കാരണം പലരെയും പരിദൂഷണം പറഞ്ഞും പലരെയും കുറ്റം പറഞ്ഞും പലരെയും ഇല്ലാവചനം പറഞ്ഞൊക്കെ കിട്ടുന്ന പൈസയാണ്. അത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്നാൽ നമുക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടൂല. അതുകൊണ്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ, അർഹതയുള്ള ആൾക്കാരെ സഹായിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറ് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഗോൾഡ് മേടിക്കും. അപ്പം ഞാനിന്ന് 2 ഷോപ്പാണ് പ്ലാൻ ചെയ്തത്. ഒന്ന് മലബാർ ഗോൾഡ് കയറി നോക്കണം, അതേപോലെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇവിടെ ലുലു മാളിൽ വന്നിട്ടുണ്ട് കോഴിക്കോട്. അപ്പോൾ അവിടെയും ഒന്ന് കയറി നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കാർ എടുക്കുന്നില്ല, കാരണം അരുണേട്ടൻ ബസ്സിലാണ്. പക്ഷേ അവനെ ബസ് പോയിട്ടോ, ഞാൻ അങ്ങോട്ട് കൊയിലാണ്ടി പോയിട്ട് കണ്ണൂർ ബസ്സിനാണ് പോകുന്നത്. ഇതിലെങ്ങനെ ഉള്ളിയേരി പോയിട്ട് അവിടെ നിന്ന് അങ്ങ് ബസ് കയറുന്നതിനെക്കാട്ടും നല്ലത് കൊയിലാണ്ടി പോയിട്ട് കൊയിലാണ്ടിൽ നിന്ന് ഇവിടേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊയിലാണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാർ എടുക്കുന്നില്ല. ഭയങ്കര മടി മാത്രമല്ല, 500 രൂപ പെട്രോൾ ലാഭിക്കുകയും കൂടിയാണ്. അപ്പം എന്നിട്ട് അക്ഷയ തൃതീയൊക്കെ മേടിച്ചൊക്കെ ലൈഫിൽ ആദ്യമായിട്ട് അക്ഷയ തൃതീയൊക്കെ ഗോൾഡ് മേടിക്കാൻ പോണത്. എന്തോ ഓരോരുത്തർ നമ്മളിങ്ങനെ പറയുന്നത് കേൾക്കലില്ലേ, ഭയങ്കര ഐശ്വര്യം ഉണ്ടാവില്ല എന്നൊന്നും എനിക്കറിയില്ലേ. ഞാൻ എല്ലാ മതപരമായിട്ടുള്ള കാര്യങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടും ജസ്റ്റ് ഒരു ഇതെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുളിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ, അതങ്ങനെ തോന്നും. മുടി ഈ എന്താ പറയുക, ബേബി ഹെയർസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് മുടിയാണ് യക്ഷിൻ്റെ മാതിരി നിൽക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ എല്ലാവരും കളിയാക്കും പോലെ മലദ്വാറിന് വന്നു കേട്ടോ. ഞാൻ മലബാറിൻ്റെ ഓരോരത് പറയല്ലോ, അതിന് കമൻ്റ് ഇടല്ല മലദ്വാർ ഗോൾഡ്. മലബാറിൽ നോക്കിയത് ഇതാണ്, 4 ഗ്രാമാണത്. മലബാറിൽ ഞാൻ വിചാരിച്ച മോഡൽ ഇല്ല. ഒന്നുണ്ട്, ഞാനത് മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു ഷോപ്പുണ്ട് നക്ഷത്ര, അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് ഇല്ലെങ്കിൽ മലബാറിൽ വന്നിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജ്വല്ലറി കയറിയിട്ട് കസേര തരാത്തൊരു ജ്വല്ലറി കാണുന്നത്. ഇല്ലാത്ത ഈ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോയാൽ നമ്മൾ വേണ്ട, അവിടെ പോയാൽ നമ്മൾ ചന്തയിലങ്ങാ നിൽക്കും പോലെ നിന്നിട്ട് സ്വർണം മേടിക്കണം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ശരിക്കും ഗൈസ്. കാരണം ഒരു കസേര ഇവിടുന്ന് കാണില്ലേ, ചന്തയിൽ നിന്ന് ഗോൾഡ് മേടിക്കുന്നൊരു ഇത് ആദ്യമായിട്ടാ. വല്ലാത്തൊരവസ്ഥ. ഒരു മേക്കിംഗ് ചാർജ് കുറവാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ഒരു കളക്ഷനും അവിടെ ഉള്ളതാനും പോരാത്തതിന് എങ്ങനെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് എടുക്കാനുള്ളൊരു ഓപ്ഷൻ വേണ്ടേ, അതും ഇല്ല. അപ്പോൾ ചന്തയിൽ ഗോൾഡ് മേടിക്കാൻ പോയിട്ട് തിരിച്ചു വരും. നമ്മളെങ്ങോട്ടായി മുണ്ടി അങ്ങോട്ടല്ലേ. അങ്ങനെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഗോൾഡ് മേടിക്കാൻ പോയിട്ടുണ്ട്. അതിനൊക്കെ മലബാർ തന്നെ. മേക്കിംഗ് ചാർജ് കൊടുത്താലെന്താ, കാപ്പി കിട്ടും, വെള്ളം കിട്ടും, കസേര കിട്ടും,
ഈ മലബാറിലേക്ക് തന്നെ പോവുകയാണ്. ഹലോ, ആരും നക്ഷത്രയുടെ ഹൈപ്പ് കണ്ടിട്ട് പോണ്ട മക്കളെ. ചോറുന്നാൻ കയറിയതാ. അങ്ങനെ അമ്മ ചോറും തിന്നു. അടുത്ത രണ്ടാമത് മലബാറിലേക്ക് പോവുക. മറ്റേ നാഗവർണ്ണില്ലേ ഒരു കണ്ണ് വെച്ചതാണ്. മലബാറിൽ തിരിച്ചെത്തി. ഹരു കസേരക്ക് കസേര. എന്നാലും എൻ്റെ നക്ഷത്ര ഗോൾഡ് ഏറ്റവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇല്ലല്ല, എനിക്ക് കുറച്ച് സമയത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. സമയമില്ലായിരുന്നു പെട്ടെന്ന്. അപ്പം അങ്ങനെയാണ് ഒരു അങ്ങനെ ഞാനെടുത്ത കമ്മലി ഇതാട്ടോ. ഡീറ്റെയിലായിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചത്. അങ്ങനെ ഗോൾഡ് എടുത്തു. അരുണ് പെട്ടെന്ന് പോയിട്ടുണ്ട്. അവൻ്റെ ബസ് എടുക്കേണ്ട ടൈമായിട്ട്. അപ്പം ഞങ്ങളെല്ലാം അപ്പം LICൻ്റെ അടുത്തേക്ക് നടക്കാൻ ഏൽപ്പിച്ചു. അപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്താ മോനെ അങ്ങനെ ഗൈസ് വീട്ടിലെത്തി. മോളെ സൈഡ് നിൽക്ക്. വീട്ടിലെത്തിയില്ല കേട്ടോ. വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ബസ് ഇറങ്ങിന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് കയറിയ ബസ്സിലെ ഒരു രാജേഷ് ചേട്ടൻ, എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈം കാണുക. ഒരു നല്ല അടിപൊളി പൂച്ചക്കണ്ണ് എന്നൊക്കെ പറയില്ലേ, പൂച്ചക്കണ്ണുള്ള ചേട്ടന്. അല്ല, എന്നോട് ബസ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചേ? വല്യാപ്പാന്ന് പറഞ്ഞൂടെ ഇങ്ങോ. ഇത് അരുണിൻ്റെ അടുത്ത് ബോണറ്റിൻ്റെ മുകളിൽ ഇരുന്നു. ഓണിങ്ങനെ ഞാൻ സ്വീപ്പാക്കുക. എനിക്ക് സീറ്റില്ലല്ലോ. എന്നിട്ട് ഓളെ ഇരിക്കാനും സമ്മതിക്കുന്നില്ലല്ലോ പെണ്ണുങ്ങൾ. എന്നിട്ട് ഞാൻ ബാഗും എൻ്റെ കൊടുത്ത് കവറും എൻ്റെ കൊടുത്ത്. അപ്പം പെണ്ണുങ്ങളിങ്ങനെ നോക്കുന്നു. അപ്പം മോളോട് വാപ്പയാണോ എന്ന് ചോദിച്ച്. അപ്പം ഇങ്ങനെ തരുന്നേ അല്ലാന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം പെണ്ണുങ്ങൾ മാറി മാറി ഇങ്ങനെ ഓനെ നോക്കുക. അപ്പോൾ ഞാൻ അലക്കാൻ ലിക്വിഡ് മേടിക്കണം എന്ന് പറഞ്ഞ് അതും കൂടി കേട്ട് നോക്കുമ്പോൾ പെണ്ണുങ്ങൾ ഒന്നും കൂടി നോക്കി. ഇനി എൻ്റെ മോളല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റുമല്ലേ. എന്നിട്ട് കണ്ണൂരല്ല വടകര ബസ്സിൽ രാജേഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു, പലരും പലതും പറയും, അതും കേട്ടിട്ട് ഇനി നിൽക്കാൻ നിന്നാൽ എനിക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പം ഇപ്പോൾ ഭയങ്കര സന്തോഷമായി. കാര്യം എന്താ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമല്ലേ. ആ ഒരു സന്തോഷം എൻ്റെ അപ്പം എന്നിട്ട് ഇന്ന് മാമൻ്റെ ഡേ, ഹോസ്പിറ്റൽ ഡേ ആയിരിക്കും. നടന്ന് അങ്ങ് അറ്റത്തെത്തി ഗൈസ്. മറ്റേ വിചാരിച്ച് കാറെടുത്ത് പോയാൽ മതിയായിരുന്നു. 500 പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോകുന്ന ആളാണ് ഞാൻ. യജാതി പിശുക്കാന്നറിയോ, മാങ്ങ അത് എറിഞ്ഞള്ളിട്ടാലോ
ഒരു മാങ്ങ ഒടിച്ചതിൻ്റെ മുഖത്ത് പോയില്ല. ഇനിയിപ്പോൾ അടുത്ത മാങ്ങ ഒടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ അവിടെയല്ലേ പപ്പ പറയുന്ന നിൽക്കുക രാത്രി 1 മണിയടി ശബ്ദം കേൾക്കുമ്പോഴും. അപ്പം എന്നിട്ട് അങ്ങനെയാണ്. ഏതായാലും ഈ മാസത്തെ യൂട്യൂബ് വരുമാനം ദേ മലബാർ ഗോൾഡ് പോയി എന്നെല്ലാവരും കളിയാക്കും. മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓൾമോസ്റ്റ് ഒരു വിധം ഗോൾഡെല്ലാം മലബാർ ഗോൾഡാണ്. ഇത് കല്യാണം കേട്ടോ. ഈ മോതിരം അതേപോലെ പാദസരം ഇത് ചെയ്യുന്നു. ബാക്കിയൊക്കെ മലബാർ. അപ്പോൾ ഇനി ഹിന്ദുക്കളെ പറ്റിച്ച് ഞാൻ മാല മേടിച്ചു കമ്മൽ മേടിച്ചു എന്നൊന്നും പറയണ്ട. എനിക്ക് ഈ മാസം കിട്ടിയ യൂട്യൂബ് റെമഡിയാണ് ഇത് കിടക്കുന്നത്. റെമഡി എന്നല്ലേ അവനെ പറയാം. പിന്നെ നമുക്ക് ട്രൗസർ തരും. അപ്പോൾ എനിക്ക് ചെറിയ പൈസ കിട്ടിയിട്ടുണ്ട്, അതുകൂടി ചിലവാക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ റെഡി ആയില്ല. കാരണം ഞാൻ യൂട്യൂബിൻ്റെ വരുമാനം ഭക്ഷണത്തിന് എടുക്കാറില്ല കേട്ടോ. ഞാനും എടുക്കാറില്ല, മക്കളും എടുക്കാറില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് മേടിക്കുക, അതും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു എനിക്ക് വലിയ വെയിറ്റ് ഇല്ലാത്ത ഒരു കമ്മലെടുക്കണം. കാരണം എൻ്റെ കമ്മൽ ഞാൻ പറഞ്ഞല്ലോ 3/4 പവനാണ്. അവിടെ വേറൊരു സാധനോട് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ചിലപ്പം എനിക്ക് വിത്ത് പെർമിഷൻ കിട്ടി വെച്ചാൽ ഞാൻ നാളെ പോയി എടുക്കും. ഇല്ലാച്ചാൽ അത് പോട്ടെ എന്ന് വിചാരിക്കും. അപ്പം എന്നിട്ട് തിന്നാനും കുടിക്കാനും ഒന്നും എടുക്കുമല്ലോ, അല്ലെങ്കിൽ ടൂറ് പോവും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പല മരച്ചീനി മുറികളെയും കുറ്റം പറഞ്ഞ് കിട്ടുന്ന പൈസയാണ്. നമുക്കത് പള്ളയിലേക്ക് പോയാൽ ശരിയാവില്ല മക്കളെ. നമുക്ക് ടോയ്ലറ്റിൽ പോയിരിക്കുകയാണെങ്കിൽ നേരം ഉണ്ടാവും. നമ്മൾ നേരാവണ്ണം അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നമ്മൾ അരി മേടിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ചെയ്യുക. ചില മാസം എനിക്ക് വരയ്ക്കാനില്ലാത്ത ഒരു മാസം ഉണ്ടായിട്ടുണ്ട്. ആ മാസമൊക്കെ അരുണ് ബസ്സിൽ പോയിട്ട് അവന് വീട്ടിലേക്ക് സാധനം മേടിക്കുക എന്നല്ലാതെ ഞാൻ യൂട്യൂബ് റെമഡി കൊന്നാലും എടുക്കില്ല. അങ്ങനെയല്ലേ പറയുക. ഈ പകലല്ലേലും എനിക്ക് കുഴപ്പമില്ല. കണ്ണ് മാത്രമല്ല ഗൈസ്, കയ്യുണ്ട് ഇവിടെ. അപ്പം അങ്ങനെയാണ് പൂച്ച. എന്നിട്ട് അങ്ങനെ ഒരു മാസം എൻ്റെ മോൾക്ക് ഒരു കൈ ചെയിനും ഒരു മാലയും മേടിച്ചു കൊടുത്തു. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എനിക്ക് എത്രത്തോളം പേയ്മെൻറ്റ് വരുന്നുണ്ടാവും എന്നുള്ളത് ചിന്തിക്കാമല്ലോ. അപ്പം അതാണ് സംഭവം. അപ്പം അങ്ങനെയാണ് ഗൈസ്. എന്നാൽ ശരി ഗൈസ്, ഞാൻ വീട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഇടാട്ടാ. ഇന്നതേ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും മലബാർ ഗോൾഡുകാർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ചുമ്മാതാ, അവനവൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി മേടിച്ച മുതലാട്ടോ. അപ്പോൾ വെറുതെ മലബാർ ഗോൾഡിന് പിന്നെ എന്തിനാ പരസ്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചു. എവിടുന്നാ മേടിച്ചതെന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ദേ ഇതാണ് മക്കളെ സംഭവം. എന്താ വെച്ചാൽ അടിപൊളി ഒരു കമ്മൽ. അപ്പോൾ കുറേ ആയി ഒരു കമ്മൽ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതേ മലബാർ ഗോൾഡിൽ നിന്ന് മേടിച്ചതാണ്. എങ്ങനെയുണ്ട്? അപ്പം ഇതാണ് നമ്മുടെ കമ്മൽ. ഇത് എടുത്ത് കാണിച്ചു തരാം. അപ്പം കാതിലൊക്കെ ഇട്ടിട്ട് പിന്നീട് കാണിച്ചു തരാം. ഏതായാലും വളരെ അധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മലായിരുന്നു. അപ്പം അങ്ങനെ ദേ മേലൊക്കെ കഴുകി ഫ്രഷായി. ഇനി നമ്മൾ ആ കമ്മലൊന്ന് ഇട്ട് നോക്കുക അല്ലേ. ഇതാണ് കമ്മൽ. വളരെ ഇഷ്ടമായിട്ടോ എനിക്ക്. ഞാൻ മാക്സിമം വെയിറ്റ് കുറവുള്ളത് മേടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്കിത് ഇഷ്ടമായപ്പം ഒന്നും നോക്കിയില്ല, ഇതങ്ങ് മേടിച്ചു.
ഇനി ഈ കമ്മലിന് മാച്ച് ചെയ്യുന്നൊരു മാല മോളെടുത്തുണ്ട്, അത് മെല്ലെ അടിച്ച് മാറ്റണം. ഇത് നല്ല രസമാണ്. ഈ ഒരു ലോക്കറ്റ് വരുന്നത് ഓള നല്ല രസം. ഓളെ മാലയാണ് എൻ്റെ കഴുത്തിലുള്ളത്. അപ്പോൾ 1 പവൻ്റെ മാല എനിക്ക് തന്നിട്ട് 1 ഗ്രാമിൻ്റെ മാല മതി മാന്ന് പറഞ്ഞ മോള. അതെന്താ വെച്ചാൽ എൻ്റെ സിസ്റ്ററുടെ മക്കളുടെ ഒക്കെ കഴുത്തിൽ 1 ഗ്രാമിൻ്റെ മാലയുണ്ട്. അപ്പോൾ ഓക്കും അത് മതി. അപ്പോൾ ഇതാണ് കമ്മല്. അപ്പോൾ ഓളോടൊന്ന് മാല അടിച്ച് മാറ്റിക്കാളുടെ. അങ്ങനെ മോളോട് മാല അടിച്ച് മാറ്റി കിട്ടോ. വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇതാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ടാറ്റാ.